നമസ്കാരം, ഞാൻ ജിജി മാരിയോ ഫ്രം ഫിലോക്കാലിയ ഫൗണ്ടേഷൻ. ഇപ്പൊ ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനയിൽ ഇരിക്കുന്നവരുണ്ടാവാം, ഇല്ലേ? ചതിക്കപ്പെട്ടു പോയ വേദനയിൽ ഇരിക്കുന്നവരുണ്ടാവാം. ഒത്തിരി വിശ്വസിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അത് ചതിച്ചെടുത്തുകൊണ്ട് പോയതിന്റെ വേദനയിൽ ഇരിപ്പുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ചീറ്റ് ചെയ്ത വേദനയിലും, ഭർത്താവ് ഭാര്യയെ ചീറ്റ് ചെയ്തതിലോ ഭാര്യ ഭർത്താവിനെ ചീറ്റ് ചെയ്തതിലോ ഒക്കെ പല വേദനകളിലും ഇരിക്കുന്നവരുണ്ട്. ഇതോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്നവരുമാണ് പലരും. ഇനി എൻ്റെ ലൈഫിൽ എന്താണ്, മുന്നോട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതായിരുന്നു, ഇനി എനിക്കൊരു ഓപ്ഷനും ഇല്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എനിക്ക് ആരുണ്ട് കൂടെ? ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ, എന്നെ ചേർത്ത് വയ്ക്കാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ കരുതി ഏറെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാണ്, സാരമില്ല, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കൂ. ജീവിതത്തിന്റെ ഓരോ ദിവസവും നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത് തന്നെ പ്രതീക്ഷയോടുകൂടിയാണ്. പ്രതീക്ഷകളാണ് നമ്മളെ വളർത്തുന്നത്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ വർഷവും ഇല കൊഴിയും. ഞാനൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണിത്. വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് വെറും ശിഖരങ്ങൾ മാത്രമായിരിക്കും എന്ന് കരുതി വൃക്ഷങ്ങൾ പിന്നീട് പൂക്കാതിരിക്കുകയോ തളിർക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. വീണ്ടും പൂക്കുന്നു, വീണ്ടും തളിർക്കുന്നു, എല്ലാവരും അത് ആസ്വദിക്കുന്നു, ഇല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചില പ്രത്യേക നിമിഷങ്ങൾ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, അത് കണ്ട് അത് സംഭവിച്ചത് കൊണ്ട് മനസ്സ് തളരരുത്. ഇതും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയേ പറ്റുള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലും ഒരു ക്ലോസ്ഡ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് സാരമില്ല, അത് കഴിഞ്ഞ് പുതിയ അധ്യായം നമുക്ക് തുറക്കാം. ഓരോരുത്തരും എന്താ ചെയ്യണമെന്ന് അറിയാവോ? എന്റെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് മുറി അടച്ചിട്ടിരുന്ന് കരയാണ്. ഇല്ല, ചില വാതിലുകൾ ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് തിന്മയാണ് എന്നറിഞ്ഞിട്ട് ദൈവമായിരിക്കാം കുട്ടി അടയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെയും പഴിക്കണ്ട. ചില ബന്ധങ്ങൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നിയിട്ട് ദൈവമായിട്ടായിരിക്കാം അതിനെ വേണ്ട എന്ന് വെച്ച് നമ്മളൊരു ചതിക്കപ്പെട്ട ഒരു അനുഭവത്തിലൂടെ പോകുന്നത്. ചില ബിസിനസ് പരാജയങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇതിലും വലിയൊരു നഷ്ടം വരാതിരിക്കാൻ ദൈവം മുൻകൂട്ടി നേരത്തെ തന്നെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം, ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് വരാൻ വേണ്ടിയിട്ട്. നമുക്കറിയില്ലല്ലോ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത്, നമുക്ക് മുൻകൂട്ടി കാണുവാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ചില കൊച്ചു കൊച്ചു നഷ്ടങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ ചുരുണ്ടു പോവുകയാണ്. അതിന്റെ ആവശ്യമില്ല. ആകെ വേദനിച്ച് ഇങ്ങനെ തകർന്നിരിക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ഡോറ് അടഞ്ഞു പോയാൽ മറ്റൊരു ഡോറ് ദൈവം നമുക്കായിട്ട് കരുതി തുറന്നു വെച്ചിട്ട് ഒരു ഡോർ അടയ്ക്കുള്ളൂ. ഒരിക്കലും ദൈവം നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വാതിലുകൾ കൊട്ടി അടയ്ക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഡോറ്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ നിങ്ങൾ ചതിച്ചതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ ഡോർ അടഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ലോകം അവസാനിക്കുന്നില്ല, അവിടെ നിന്ന് പുതിയ ലോകം തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ആ ഡോർ അടയേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലും വലിയ അനുഗ്രഹങ്ങളുള്ള വിശാലമായ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട, അല്ലെങ്കിൽ ചതിക്കപ്പെട്ട അവസ്ഥ ഓർത്ത് സങ്കടപ്പെടേണ്ട, ആരുമില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട, എനിക്ക് മാത്രം എന്തേ ഈ വിധി, ഈ ഗതികേട് ഇങ്ങനെ, അതിനോർത്ത് സങ്കടപ്പെടേണ്ട. ഇതിനൊക്കെ കാലം മാറ്റിമറിക്കുന്ന ഒരു കാലമുണ്ട്. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടരുത് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് ഏകദേശം ഒരു 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയപ്പെടുന്നത്. 365 പ്രാവശ്യം. അപ്പൊ അതായത് ദിവസവും ഒരു വേർഡ് ഉണ്ട്. ദിവസവും 365 ദിവസത്തിൽ ഓരോ പ്രാവശ്യം പറയുന്നുണ്ട്, ഭയപ്പെടരുത്, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ തന്നെ ധൈര്യമായിട്ടിരിക്കൂ, നീ ധൈര്യത്തോടു കൂടി ഇരിക്കൂ എന്ന് പറയപ്പെടുന്ന വാക്കുകൾ ഏകദേശം 100ഓളം തവണ ഉണ്ടെന്നാണ് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തില്. അപ്പൊ അത്രയും ഉറപ്പിച്ച് നമ്മുടെ ദൈവം നമ്മളോട് പറയാണ്, നീ എന്തിനാ പേടിക്കണ വെച്ചേ? ഭയപ്പെടല്ലേ? ഒരു പൊട്ടിക്കാളി ജിജി, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടാതിരിക്കേ, ധൈര്യമായിട്ടിരിക്കേ. ലോകം അവസാനിക്കുന്നില്ല. ചെറിയ സങ്കടം സംഭവിച്ചുകൊണ്ടോ, ചെറിയ വേദന വന്നുകൊണ്ടോ, ആരെങ്കിലും നിന്നെ ഒറ്റപ്പെടുത്തിയതുകൊണ്ടോ, കുറ്റപ്പെടുത്തിയതുകൊണ്ടോ, ചെറിയ അപമാനമൊക്കെ ഉണ്ടായതുകൊണ്ടോ ഈ ലോകം അവസാനിക്കുന്നില്ല. ഇന്ന് രാത്രി സൂര്യൻ അസ്തമിച്ചാലും നാളെ വീണ്ടും സൂര്യൻ ഉദിച്ചുയരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡോണ്ട് വറി,
റിലാക്സ്. ഓക്കെ, എല്ലാവർക്കും പേടിക്കണ്ടെന്ന്. ജീവിതത്തിൽ ആകെ വേണ്ടത് ആദ്യം വേണ്ട ധൈര്യമാണ്. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം തകർന്നു, എനിക്ക് ഒരു പ്രതീക്ഷയില്ല, എന്റെ ജീവിതം എത്ര പ്രാവശ്യമായി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും 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 എന്റെ ജീവിതത്തിൽ തോൽവിയാണല്ലോ എന്ന് ചിന്തിക്കുന്നവരോടാണ് പറയുന്നത്, തീർന്നിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങളൊന്ന് എഴുന്നേക്ക്, കണ്ണൊക്കെ ഒന്ന് കഴുകി, മുഖമൊക്കെ ഒന്ന് കഴുകി, ഈ പ്രപഞ്ചത്തിലോട്ടൊന്ന് ഇറങ്ങുക, ഈ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചുമ്മാ ഒന്ന് നടക്ക്. നോക്കിയിട്ട് ചെറിയ കിളികളെ പറക്കുന്നു നോക്ക്, ബട്ടർഫ്ലൈ പറക്കുന്നത് നോക്ക്. ചുമ്മാ കുറച്ചു നേരം അതിനേക്കൊന്ന് നോക്കി ആസ്വദിക്കുക. പുഴ ഒഴുകുന്നത് നോക്കി, എത്ര രസകരമായ താളത്തിലല്ലേ പുഴ ഒഴുകി 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 പോകുന്നത്. കല്ലും മുള്ളും ചെളിയും അതിന്റെയൊക്കെ ഇടയിലൂടെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് അതിന്റെ വഴിക്കനുസരിച്ചിട്ട് ഒഴുകി ഒരു താളലയത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോകും. അതേപോലെ എന്തൊക്കെ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നാലും, കല്ല് മുള്ള് തടസ്സം കുപ്പിച്ചില്ല എന്തോ ആയിക്കോട്ടെ വന്നാലും പതുക്കെ നമ്മുടേതായ ഒരു താളത്തിൽ നമുക്ക് ഒഴുകി പോകാൻ പറ്റണം. അപ്പൊ തമ്പുരാൻ കൂടെ ഉണ്ടെന്നേ, ഭയപ്പെടേണ്ടെന്നേ. നീ ഭയപ്പെടേണ്ടെന്ന് തമ്പുരാൻ പറയാം, നീ ഭയപ്പെടണ്ട, എല്ലാം കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് നിനക്ക് ചെയ്തു തരും. ശക്തനും യോശുവ പറഞ്ഞ ശക്തനും ധീരനുമായിരിക്കാണ് പറഞ്ഞ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ ഉണ്ടായിരിക്കും നിന്നെ സഹായിക്കാൻ. ശക്തനും ധീരനുമായിരിക്കുക. യോശുവ 1:9. നീ ബൈബിളിലെ ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കുക. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഇതെന്തിനാ പേടിക്കുന്നേ? സാരില്ല, ലോകം അവസാനിച്ചിട്ടില്ല. ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണൊക്കെ തുടച്ചൊന്ന് എഴുന്നേക്കൂ കേട്ടോ. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ടേ. നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ബെറ്റർ ഫാമിലി, ഒരു ബെറ്റർ പ്രൊഫൈൽ, ഒരു ബെറ്റർ ജോബ്, ഒരു ബെറ്റർ മാരേജ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞു പോയി, എനിക്കത് സംഭവിച്ചു. നമ്മളെല്ലാ ലൈഫിലും നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാ. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് തീർക്കും. എനിക്ക് അങ്ങനെ പറ്റി, എനിക്കിങ്ങനെ പറ്റി. ഫ്യൂച്ചറിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. ദൈവം നമുക്ക് നല്ലത് വരുത്തിക്കൊണ്ടിരിക്കുക, നല്ലത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കരഞ്ഞിരുന്നാല് ദൈവം നമ്മൾക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്ന, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അടഞ്ഞു വാതിലിലേക്ക് നോക്കിയിരിക്കാതെ ദൈവം തുറക്കാൻ പോകുന്ന വിശാലമായ വാതിലിലേക്ക് നോക്കൂ. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കൂ, സങ്കടപ്പെടാതിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. എത്ര സങ്കടം ഉണ്ടെങ്കിലും തോറ്റു കൊടുക്കില്ല എന്ന മനസ്സോട് കൂടി ഇരിക്കും. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ തോറ്റു കൊടുക്കാതെ. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ ചെയ്തു, എന്റെ ബിസിനസ് ഇങ്ങനെ പരാജയമായി, അവരെന്നെ ചതിച്ചു. അതുകൊണ്ട് നമ്മൾ തോൽക്കുന്നില്ല, നമ്മൾ ഒരിക്കലും തോൽക്കുന്നില്ല. നമ്മൾ വീണ്ടും 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 പ്രതീക്ഷയോട് കൂടിയിരിക്കണം. എന്നാണോ നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെ നമ്മൾ തോറ്റു പോവുകയാണ്. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഹാപ്പി ആയിട്ടിരിക്കും, സന്തോഷത്തോടു കൂടിയിരിക്കും കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും നേരിട്ട് കാണാം. ഞാൻ US വരുന്നുണ്ട്. ജൂലൈ ഒരു ഫസ്റ്റ് വീക്കിൽ ഞാൻ US ഹൂസ്റ്റലിൽ വരുന്നുണ്ട്. അപ്പൊ എന്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സിന് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് അവിടെ വെച്ച് കാണാം, സംസാരിക്കാം, ഷെയർ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം, വാട്സപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരിട്ട് അവിടെ വരുമ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.